മുനവറലി തങ്ങൾ നമുക്ക് പോകണം. നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചേക്കാം. നമ്മൾ ഇന്നിപ്പോൾ ഇർഷാദിനെതിരെ നടപടി എടുത്തു ലീഗ് കായംകുളത്തെ വിഷയത്തിലെ പ്രതിഭയ്ക്കെതിരെ. ഇന്നിപ്പോൾ മനീഷ് റിപ്പോർട്ട് ചെയ്യായിരുന്നു. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. യഥാർത്ഥത്തിൽ ഒരു സാഹചര്യം രൂപപ്പെട്ട് വന്നപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു തീർച്ചയായിട്ടും, അല്ലേ? പ്രതിഭയ്ക്കെതിരെ നടത്തിയ ഒരു ആരോപണം അതൊരു അധിക്ഷേപമാണ്. അത് പാർട്ടി ഗൗരവത്തിൽ കണ്ടു. മാത്രമല്ല ഏതു തരത്തിലുള്ള വ്യക്തിഹത്യയും, അല്ലേ? ഈ തേജോവധം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് മാന്യതയുണ്ട്. അപ്പോൾ അതിനെ അധിക്ഷേപിക്കുക എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ അവകാശമല്ല, അത് മനുഷ്യാവകാശ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇർഷാദിനെതിരെ നടപടിയെടുത്തു. ലീഗ് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ഇന്നത് പോലീസ് കേസെടുത്ത് നടപടിക്ക് പോകാമെന്ന് അറിഞ്ഞു. മാത്രമല്ല ഇങ്ങനെ പ്രതികരിക്കുന്ന എല്ലാ നേതാക്കൾക്കുമുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണിത്, അല്ലേ? അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രയോഗങ്ങൾ നടത്തുകയോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആവേശം കൂടുന്ന ഒരു സമയത്ത് അശ്ലീല പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഒരാളെയും പാർട്ടി അംഗീകരിക്കില്ല. അത് അംഗീകരിക്കില്ല. പാർട്ടി അങ്ങനെ ഒരാളെ വെച്ച് പുറപ്പിക്കില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ അധിക്ഷേപം ഉയർത്തിയവർക്കൊക്കെ നടപടി എടുത്തിട്ടുണ്ട്. അത് പാർട്ടി വളരെ ജാഗരൂകരായി ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പം പ്രത്യേകിച്ച് മുനവറലി തങ്ങൾ മിടുക്കിയായ ഒരു മകളുണ്ട്, അല്ലേ? അപ്പം നമ്മുടെ ചർച്ചയിലൊക്കെ വന്നിരുന്നതുമാണ്. കുറച്ചുകൂടി വിശാലമായൊരു ലോകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാപ്പയുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്തും അതൊരു സങ്കടമായിട്ട് തോന്നിയില്ലേ അങ്ങനെ പറഞ്ഞത്? ഈ ഇർഷാദൊക്കെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. ഇർഷാദ് മാത്രമല്ല കേട്ടോ, ഇത് പലപ്പോഴും പല മുന്നണിയിലെയും നേതാക്കൾ പറയാറുണ്ട്. അല്ല, ഇതൊരു മനുഷ്യർ എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണേണ്ടത്. ഇതിൽ രാഷ്ട്രീയമല്ല. ഇത് ഏത് അർത്ഥത്തിലും, ഇത് രാഷ്ട്രീയമാകട്ടെ അല്ലെങ്കിൽ സാമൂഹികമാകട്ടെ, ഏതർത്ഥത്തിലും സമൂഹത്തിലെ സ്ത്രീകൾക്കൊരു വിലയുണ്ട്. അവരെ ഏറ്റവും ഡിഗ്നിറ്റി ഉള്ള ഒരു നമ്മുടെ സഹോദരിമാരാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് അവരെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ധാർമ്മികരമായ ഉത്തരവാദിത്തമാണ്. അതിനെതിരെ ആരെങ്കിലും വരികയാണെങ്കിൽ അത് സമൂഹം ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു കടമയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് പാർട്ടിയുടെ നിലപാടാണ്. അക്കാര്യത്തിൽ പാർട്ടി നമുക്ക് പ്രതിക്കൂട്ടിലാക്കാനേ കഴിയില്ല. പാർട്ടി നടപടിയെടുത്തു. 24 മണിക്കൂർ എടുത്തില്ല, 12 മണിക്കൂറിനുള്ളിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇർഷാദിനെ മാറ്റി. അതൊക്കെ സംഭവിച്ചു. പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞു ആ വിഷയത്തിൽ. ഇനി ആ വിഷയം അധികം ചർച്ച ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ബാക്കി എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന സമയമാണ്. നമ്മൾ റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് മുനവറലി തങ്ങൾക്കൊപ്പം നമ്മൾ മലപ്പുറത്ത് യാത്ര തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി നമുക്കൊപ്പം ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടരാം ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം.